സോ മിസ്റ്റർ അരവിന്ദ്, നമുക്ക് ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. യെസ് സർ. ഇത് താങ്കളുടെ ഫസ്റ്റ് കമ്പനിയാണല്ലേ? അതെ സർ, ഫസ്റ്റ് ആണ്. ഈ 36-ാമത്തെ വയസ്സിൽ ഇങ്ങനെ ഒരു ജോലി ചൂസ് ചെയ്യാനുള്ള കാരണം? സാർ, അത് സിൻസിയറായിട്ട് അല്ലാതെ പറയുകയാണെങ്കിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി പ്രയോജനപ്പെടുത്തി ഈ നേഷന് വേണ്ടിയും ഇവിടെയുള്ള സിറ്റിസൺസിന് വേണ്ടിയും ജോലി ചെയ്യണം എന്നൊരു എയിം ഉള്ളതുകൊണ്ടാണ് സർ. സിൻസിയറായി പറഞ്ഞ പണിക്ക് പോയില്ല, കാല് തല്ലി പിടിക്കുന്ന അച്ഛൻ പറഞ്ഞുകൊണ്ടാണ് സർ. ഗ്രേറ്റ്. വൈ ദിസ് കമ്പനി? സാർ, ഏറ്റവും ദുഃഖട സെറ്റപ്പിൽ തുടങ്ങിയവർ എപ്പോഴും വലിയ നിലയിൽ എത്തിയിട്ടുള്ളൂ. അതെ അതെ അതെ. വാട്ട് യു മീൻ? അല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചേ. താൻ ആള് കൊള്ളാലോട്. എക്സ്പ്ലെയിൻ ഹ്യൂറിസ്റ്റിക് അപ്രോച്ച്. ഹ്യൂറിസ്റ്റിക് അല്ലെങ്കിൽ വേണ്ട. ഒരു ടെക്നിക്കൽ ഇഷ്യൂ റിസോൾവ് ചെയ്യാനുള്ള പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സാർ, ലൈഫ് ലൈൻ ഉണ്ടോ? ദാ, ഇതൊന്നും എനിക്കറിയാൻ പാടില്ല. ഇയാൾ പിന്നെ ഇവിടെ ബിരിയാണി വാങ്ങിക്കാൻ വന്നോ? ബിരിയാണി വാങ്ങിക്കാൻ എനിക്ക് വല്ല ഹോട്ടലിലും പോയാൽ പോരെ. മിസ്റ്റർ, ഇത് കഴിവുള്ളവർ മാത്രം വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ്. പിന്നെ സാറെങ്ങനെ ഇവിടെ എത്തി? ഞാൻ ഈ കമ്പനിയുടെ സിഇഒയാ. ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി. ഓ, ലാസ്റ്റ് വീക്ക് ഞങ്ങളുടെ കമ്പനിയിലെ 2 പേർ വർക്ക് ലോഡ് താങ്ങാനാവാതെ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. ഡാർക്ക്. ബട്ട് വി ഡോണ്ട് കെയർ. ഞങ്ങളുടെ മാനേജർ അവരെ ഓൺ ദ സ്പോട്ട് പിരിച്ചുവിട്ടു. ശരി. ഞങ്ങൾ കഴിവും കപ്പാസിറ്റിയും ഉള്ളവരെ മാത്രമേ ഇവിടെ നിലനിർത്താറുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ലാഭം നിങ്ങൾക്ക്, സ്ട്രെസ് മൊത്തം എംപ്ലോയീസിനും അല്ലേ? താൻ ഇവിടെ വന്നിട്ട് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാ. തനിക്ക് ഇവിടെ പണിയില്ല, ഇറങ്ങിപ്പോ. അല്ലെങ്കിൽ ഞാനിവിടെ പണിയെടുക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, എനിക്കിവിടെ പണി തരാത്തില്ല സാർ ഒരിക്കൽ ദുഃഖിക്കും. അതോർത്ത് പശ്ചാത്തപിക്കും താങ്കൾ. ഓ, വൈദവേ ഒരു 50 എടുക്കണ്ടോ വണ്ടി കുലിക്ക്? Get out!